PSC ചോദ്യ പേപ്പറുകളിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഹോട്ട് ടോപ്പിക്കുകൾ ഒന്ന് ക്വിറ്റ് ഇന്ത്യ സമരം, അതുപോലെ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, മറ്റൊന്ന് ചിപ്കോ പ്രസ്ഥാനം, മറ്റൊന്ന് വെട്ടിച്ചൂട്ട് കൃഷി. നോക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏതെല്ലാം PSC ചോദ്യങ്ങളാണ് വരുന്നത്. ആദ്യം ഈ ചോദ്യം നോക്കൂ. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിൽപ്പ എന്നുള്ള പേരിലാണ് കേട്ടോ. മെക്സിക്കോയിലുണ്ട് ആമ, പക്ഷേ മസോൾ അല്ല എന്ന് ഓർക്കുക. അപ്പോ എവിടുത്തെ വെട്ടിച്ചൂട്ട് കൃഷിയാണത്? മിൽപ്പ. എന്താണ് മിൽപ്പ എന്ന് പറഞ്ഞാൽ? അത് മെക്സിക്കോയിലെ ഒരു കൃഷി രീതിയാണ്. എന്താ മിൽപ്പ കൃഷിയുടെ പ്രധാന വസ്തുതകൾ? മെക്സിക്കോയിലെ ഒരു പാരമ്പര്യ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത കൃഷി രീതിയാണ്. ഇത് മെസോ അമേരിക്കൻ സംസ്കാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സംസ്കാരത്തിന്റെ പേരൊന്ന് ഓർത്തു വെച്ചോളൂ. മെസോ അമേരിക്കൻ സംസ്കാരം. മെസോ അമേരിക്കൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ മെക്സിക്കോ, ഇക്വഡോർ തുടങ്ങിയ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ അവിടെ സ്പെയിനിന്റെ കോളനികളായി മാറുന്നുണ്ട്. ഇന്ത്യ ബ്രിട്ടന്റെ ഒക്കെ കോളനിയായി മാറിയതുപോലെ സ്പെയിനിന്റെ ഒക്കെ കോളനിയായി മാറുന്നുണ്ട്. അതിനു മുമ്പ് അവിടെ BC 1500 മുതൽ AD 1500 വരെ നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് മെസോ സംസ്കാരം എന്ന് പറയുന്നത്. ഈ മെസോ അമേരിക്കൻ സംസ്കാരത്തിലാണ്, അതിന്റെ ഭാഗമായാണ് മെക്സിക്കോയിലെ പരമ്പരാഗത കൃഷി രീതി വരുന്നത്. അത് ഓർത്തിരിക്കുക. മിൽപ്പ എന്ന വാക്കിന്റെ അവിടെ അർത്ഥം കൃഷി ചെയ്ത സ്ഥലം എന്നാണ്. മിൽപ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓർത്തു വെച്ചോളൂ. അത് കൃഷി ചെയ്ത സ്ഥലം എന്നാണ്. ഒരേ സ്ഥലത്ത് തന്നെ വ്യത്യസ്ത കൃഷികൾ ചെയ്യണം. ചോളം, ബീൻസ്, തക്കാളി, കുരുമുളക്, ഉരുളക്കിഴങ്ങ്. അപ്പൊ റബ്ബർ കൃഷിനോടത്ത് റബ്ബറിന്റെ കൃഷിയുള്ളൂ. ഇതല്ല, ഒരേ സ്ഥലത്ത് തന്നെ വ്യത്യസ്ത കൃഷികൾ ചെയ്യുന്ന ഒരു മിശ്രിത കൃഷി രീതി. അതിനെയാണ് ഏതെന്ന് വിളിക്കുന്നത്? മിൽപ്പ എന്ന് വിളിക്കുന്നത്. അത് എവിടെയാണ്? അത് മെക്സിക്കോയിലാണ്. അത് ഓർത്തിരിക്കുക. ഇനി ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ചിപ്കോ പ്രസ്ഥാനം ഏത് വിഷയവുമായി ചേർത്ത് വായിക്കാം? ഛോട്ടാ നാഗ്പൂർ ഖനന നിയന്ത്രണം, പശ്ചിമഘട്ടം നക്ഷത്രാമ സംരക്ഷണം, യമുന നദി രാസമലിനീകരണം, ഹിമാലയം സ്തൂപിക വനസമ്പത്ത് സംരക്ഷണം. നമ്മള് ഓർത്തിരിക്കുക, ഹിമാലയം സ്തൂപിക വനസമ്പത്ത് സംരക്ഷണമാണ്. ഇപ്പൊ ചിപ്കോ പ്രസ്ഥാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിമാലയത്തിലെ സ്തൂപിക വനസമ്പത്ത്. ഹിമാലയം പഠിക്കുമ്പോൾ നമ്മള് ഹിമാലയത്തിന്റെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ അവിടെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളുണ്ട് എന്ന് പഠിക്കും. അവിടുത്തെ സ്തൂപിക വനസമ്പത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്ന പരിസ്ഥിതി പ്രസ്ഥാനം. അപ്പൊ ഹിമാലയ വനസമ്പത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർക്കുക. ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് എന്ന് രൂപവൽക്കരിച്ചു എന്നുള്ളതാണ്. 1973 ഇത് രൂപവൽക്കരിക്കുന്നത്. വീണ്ടും കൊല്ലം വന്നല്ലോ എന്നായിരിക്കും നിങ്ങളുടെ ആശങ്ക. പേടിക്കണ്ട. 1973 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് ഓർത്തു വയ്ക്കാൻ പ്രയാസമില്ലല്ലോ. ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചേക്ക്. സോ 1947 ശേഷമാണ്. ഇപ്പൊ ചിപ്കോ പ്രസ്ഥാനം 1947 മുന്നേ എന്നുള്ളൊരു കാറ്റഗറി ഇപ്പൊ നോക്കിക്കോളൂ. ഇതൊരു വലിയ മാറ്റാണ്. ഒരുപാട് കൊല്ലങ്ങൾ, 47 മുന്നേ വല്ല കൊല്ലം തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവായി. ഇനി നോക്കൂ, ചിപ്കോ എന്ന് പറഞ്ഞാൽ 2000 ശേഷമല്ല എന്ന് ഓർത്തു വയ്ക്കൂ. അപ്പൊ 1950 2000 ഇടയ്ക്ക് അങ്ങനെ വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഒരു 1975 പിടിച്ചാൽ 1973 എന്ന് ഓർമ്മയിൽ വരും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എഫക്റ്റീവ് ആണോ എന്ന് പറയൂ. ഇനി ഈ ചിപ്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനത്താണ്? നോക്കൂ, ഹിമാലയത്തിലെ വനസമ്പത്തുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഹിമാലയത്തിലെ വനസമ്പത്ത് പഠിക്കുമ്പോൾ ഹിമാലയത്തിലെ എന്തുണ്ടായിരിക്കും? ഹിമാലയ തീരത്തുള്ള എന്തുണ്ടായിരിക്കും? നമുക്ക് അവിടെയുള്ള ഹിമാലയ തീരത്തുള്ള നമുക്കറിയാം സംസ്ഥാനങ്ങൾ, ഹിമാലയൻ സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഹിമാലയൻ സംസ്ഥാനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏതെല്ലാമാണ് ഹിമാലയൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്? ഹിമാലയൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാമല്ലേ ഹിമാലയൻ സംസ്ഥാനങ്ങൾ? അതായത് അവിടെ ഏറ്റവും മുകളിൽ ജമ്മു കാശ്മീർ, പണ്ടത്തെ CRT ബുക്ക് എന്നുള്ളതാണ്. ജമ്മു ഇപ്പൊ നമുക്കറിയാം ലഡാക്കും കാശ്മീരും എന്ന് പറയുന്ന 2 കേന്ദ്രഭരണ പ്രദേശമാണ്. അത് കഴിഞ്ഞാൽ വരിക ഹിമാചൽ പ്രദേശാണ്. ഈ ഗ്രാഫ് ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരണേ, ഇതൊക്കെ ചോദ്യമാണ്. ഹിമാചൽ പ്രദേശാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. അപ്പൊ നമുക്ക് ഉത്തരാഖണ്ഡിലേക്ക് നമുക്ക് ചുരുങ്ങി കിട്ടും. കുറച്ച് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങി കിട്ടും. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തും അല്ല എന്നോർക്കുക. ഹിമാലയം പ്രധാനമായും കിടക്കുന്നത്
ഈ ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും സിക്കിമിലും ഒക്കെ തന്നെയാണല്ലോ. അരുണാചൽ പ്രദേശൊക്കെ ആ ദൂരത്തേക്ക് പോയി. സോ ഉത്തരാഖണ്ഡ് ആണെന്ന് കുറച്ച് സംസ്ഥാനങ്ങളിലേക്ക് കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞത്? ഹിമാലയത്തിലെ സ്തൂപിക വനസമ്പത്താണ്. ഹിമാലയത്തിലെ സ്തൂപിക വനസമ്പത്തായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആ പ്രശ്നം നമ്മുടെ കഴിഞ്ഞു. ഇനി നോക്കൂ, ഹിമാലയത്തിൽ തന്നെ അത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ഏത് ജില്ലയിലാണ്? ചമോലി ജില്ലയിലാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ്, അവിടെയാണ് നടക്കുന്നത്. ഈ ഉത്തരാഖണ്ഡ് ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു? ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു. എന്താണ് ഈ 1973 ആണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന് ഒരു നിക്നെയിം അല്ലെങ്കിൽ ഒരു പേരുണ്ട്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവാണ്. പിതാവല്ല കേട്ടോ, ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. സോ 1973 വനവൃക്ഷ സംരക്ഷണത്തിനുള്ള അക്രമരഹിത സമരമാണ്. ഇതിന് നേതാവിന്റെ പേര് ചോദിക്കാറുണ്ട്. നേതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. നേതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ഓർത്തിരിക്കുക. ഇപ്പൊ ചമോലി ജില്ല ഉത്തർപ്രദേശിലാണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവാണ്. ഇനി ചിപ്കോ, നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? ചിപ്കോ എന്ന് പറഞ്ഞാൽ അർത്ഥം ആലിംഗനം ചെയ്യുക. ഈ മരങ്ങൾ വെട്ടിമുറിക്കാൻ വരുന്നവരുടെ മുന്നിൽ സ്ത്രീകൾ ഈ മരത്തെ ആലിംഗനം ചെയ്ത് നിൽക്കുകയായിരുന്നു ആ ഗ്രാമപ്രദേശത്ത്, ചമോലി ഗ്രാമത്തിലെ. അതുകൊണ്ട് തന്നെ അവിടെ ആലിംഗനം എന്നുള്ളതിന് ഈ ഫോട്ടോ എന്ന് നിങ്ങളുടെ മനസ്സിൽ, ഈ ചിത്രം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ പതിച്ചു വെക്കൂ. ഒരു മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടി, അതല്ലെങ്കിൽ സ്ത്രീ, അതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കെട്ടിയാൽ ചിപ്കോ ആലിംഗനമാണ്. ഇനി ഇതിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം കിട്ടുന്നുണ്ട്. ഏതാണ് ആ പുരസ്കാരത്തിന്റെ പേര്? റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം. ആ റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം കിട്ടുന്നത് അതിന് ഏത് കൊല്ലത്തിലാണ്? റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം കിട്ടുന്നത് 1987 1973 ഇതിന്റെ തുടക്കം എന്ന് നമുക്ക് മനസ്സിലായി. ആ 1973 നിങ്ങളൊരു 14 കൂട്ടി നോക്കൂ. 1973 ഒരു 14 കൂട്ടി നോക്കൂ. 1987 നോക്കൂ. 7ന്റെ ഗുണിതങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വർഷങ്ങൾ നമുക്ക് ആലോചിച്ച് വെക്കാം. ഇപ്പൊ നോക്കൂ, 1757 പ്ലാസി യുദ്ധം, അത് 7 അതിനോട് 100 കൂട്ടിയാൽ 1857 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇനി നോക്കൂ, ഈ 1757 തന്നെ 7 കൂട്ടിയാൽ 1764 കിട്ടും. അത് ബക്സാർ യുദ്ധമാണ്. 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. 1764 ബക്സാർ യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ്. നോക്കൂ, അത് കഴിഞ്ഞ് 1757 100 വർഷം കഴിഞ്ഞാൽ 1857 അത് കഴിഞ്ഞൊരു 100 വർഷം കഴിഞ്ഞാൽ 1947 ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. ഇതിനിടയിലായിട്ട് നമുക്ക് ഈ വർഷങ്ങളെ തിരികെ വെക്കാം. ഇനിയുമുണ്ട് 7ന്റെ വിദ്യകൾ. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ കാണുക. ഇവിടെ 1973 14 കൂട്ടിയാൽ 7ന്റെ ഇരട്ടിയായ 14 കൂട്ടിയാൽ നമുക്ക് 1987 കിട്ടും. അത് ചിപ്കോയ്ക്ക് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം കിട്ടിയ കൊല്ലമാണ്. ഇതിനൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ഇതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഓർമ്മിച്ചിരിക്കണം, ചോദിക്കും. ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നൊരു മുദ്രാവാക്യം അത് വരുന്നു. നമ്മുടെ ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവുമാണ്. ചമോലി ഉത്തരാഖണ്ഡ് ജില്ലയിലാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരളത്തിലെ സർവകലാശാലകളെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചത് ഏത് വർഷം എന്നാണ് അടുത്ത ചോദ്യം. 1957 കേരള സർവകലാശാല നിലവിൽ വരുന്നത്. ആ കേരള സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരള സർവകലാശാലയായി മാറുന്നത്. 1957 ഒരു 20 കൊല്ലം മുന്നേ പഠിച്ചാൽ നമുക്ക് 1937 എന്ന് കിട്ടും. 1937 അതിന്റെ ആൻസർ. സോ നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ ഒരു ക്രമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ക്രമം എന്ന് പറയുന്നത് അത് 1937 ഏത് സർവകലാശാല വരുന്നുണ്ട്? തിരുവിതാംകൂർ സർവകലാശാല വരുന്നുണ്ട്. എന്താണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ പ്രത്യേകത? കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല എന്ന് പറയുന്നത്. 1937 10 കൊല്ലം കഴിഞ്ഞാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്.
1947 10 കൊല്ലം കഴിഞ്ഞാലോ 1957 അപ്പോ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. 1957 കേരള സർവകലാശാലയായി മാറി. കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 1956 അതിനൊരു തൊട്ടൊരു വർഷം മുമ്പ് നടക്കുന്നത്. അതെന്താണ്? കേരളം രൂപീകരിച്ചു. അതൊരു പ്രധാനമാണ്. നോക്കൂ, ഇങ്ങനെ അറേഞ്ച് ചെയ്തു വന്നു കഴിഞ്ഞാൽ അത് അവിടെ കണക്റ്റഡ് ആയി. മെമ്മറി എന്ന് പറഞ്ഞാൽ നോക്കൂ, മെമ്മറി എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുക, അത് എന്താണ്? കണക്റ്റഡ് ആണ്. ഒരു നൂലിൽ പിടിച്ചാൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കാര്യം വന്നാൽ അതിന്റെ പിന്നാലെ ഒരു കാര്യം അങ്ങനെ നമ്മൾ ആ നൂലായിട്ട് കോർത്തു വെക്കുക. അപ്പോ ഓർക്കുക, 37 തിരുവിതാംകൂർ സർവകലാശാല, അതാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല, മറന്നു പോകരുത്. അത് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 47. 10 കൊല്ലം കഴിഞ്ഞാൽ 57 ഏത് സർവകലാശാല? അത് കേരള സർവകലാശാലയായി മാറി. അതിനൊരു തൊട്ടൊരു വർഷം മുമ്പെയാണ് കേരളം രൂപീകരിക്കപ്പെടുന്നത്. സോ ആ പോയിന്റ് ഓക്കെ ആണല്ലോ, വർഷങ്ങൾ. ഇനി നോക്കൂ, 1937 തിരുവിതാംകൂർ കേരള സർവകലാശാല. ആരാണ് കേരള സർവകലാശാല? ആരുടെ കാലത്താണ് കേരള സർവകലാശാല സ്ഥാപിതമാകുന്നത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ബാലന്മാരല്ലേ പഠിക്കാൻ പോവുക, ബാലന്മാര് യുവാക്കളും. അപ്പൊ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അതാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ. അപ്പൊ ആരാണ് അതിന്റെ വൈസ് ചാൻസലർ? തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യറാണ്. ആദ്യ ചാൻസലറെ കിട്ടി, അത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആദ്യ വൈസ് ചാൻസലറെ കിട്ടി, അത് CP രാമസ്വാമി അയ്യർ ദിവാനാണ്. ഇനി നോക്കൂ, 37 57 ആകുമ്പോഴേക്കും കേരള സർവകലാശാലയായി. നിലവിലെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ആണ്. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാല ഏതാ? കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ്. കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാല ഏതാണ്? കാലിക്കറ്റ് സർവകലാശാലയാണ്. മാത്രമല്ല അത് മലബാറിലെ ആദ്യത്തെ സർവകലാശാലയുമാണ്. അപ്പൊ കാലിക്കറ്റ് സർവകലാശാലയെ ഓർക്കുമ്പോ നിങ്ങൾ ഓർക്കണം, കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയാണ്, അത് മലബാറിലെ ആദ്യത്തെ സർവകലാശാലയാണ്. മാത്രമല്ല അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാലിക്കറ്റ് സർവകലാശാലയാണ്. അപ്പൊ എന്തെല്ലാം അവിടെ നമ്മൾ ഓർക്കണം? ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? അത് കാലിക്കറ്റ് സർവകലാശാലയാണ്. മലബാറിലെ ഒന്നാമത്തെ സർവകലാശാലയാണ്. അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അത് കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരുമ്പോ കേരളത്തിലെ ശ്രദ്ധേയമായ മറ്റു ചില സർവകലാശാലകളിലേക്ക് പോകുമ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയുണ്ട്. അതുമായി PSC ബന്ധപ്പെട്ട ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്നറിയുമോ? സ്വന്തമായി സർവകലാശാല ഗീതമുള്ള സർവകലാശാല ഏതാണ്? അത് മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. അത് ആരാണ് രചിച്ചത്? ONV ആണ് രചിച്ചത്. അപ്പൊ സ്വന്തമായി ഗീതമുള്ള സർവകലാശാല അത് മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. ആരാണ് രചിച്ചത്? ONV ആണ് രചിച്ചത്. മറ്റൊന്ന് ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയാണ്. ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയ്ക്ക് A+ ഉണ്ട്. ആരാണ് കൊടുത്തത് A+? NAAC, NAC എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്. എന്താണ് NAC എന്ന് പറയുന്നത്? NAC ഫുൾ ഫോം ചോദിക്കും, അബ്രിവിയേഷൻ ചോദിച്ചാൽ NACന്റെ എന്താണ്? നാഷണൽ, അതാണ് N വരുന്നത്, അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിൽ ആണ് NAC എന്ന് പറയുന്നത്. എന്താണ് NACന്റെ പരിപാടി? ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തി അവർക്ക് ഗ്രേഡ് കൊടുക്കലാണ്. അങ്ങനെ ഫുൾ A+ കിട്ടിയ ആളാണ് ശങ്കരാചാര്യ സർവകലാശാല. ശങ്കരാചാര്യർ നല്ല വിവരമുള്ള ആളായിരുന്നല്ലോ, A+ കിട്ടിയ ആളാണെന്നുള്ളൊരു കണക്ഷൻ വെച്ചാൽ അവിടെ അത് സെറ്റായി. ഇനി മറ്റൊന്ന്, കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല ഏതാണ്? അത് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ന്യൂവാൽസ് ആയിരിക്കണം. ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? ഓർത്തു വയ്ക്കണം. ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്.
ഇതാണ് അതിന്റെ മുഴുവൻ വക. അപ്പൊ ന്യൂവാലാണ് നിങ്ങൾ ഓർക്കുക കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല, മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാലയും. ഇനി മലയാളം സർവകലാശാല ഈ തൊട്ടടുത്ത കാലത്ത് രൂപീകരിക്കപ്പെട്ടതാണ് അല്ലെ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല. ആ മലയാള സർവകലാശാല രൂപീകരിക്കപ്പെടുന്ന ദിനം ചോദിക്കും. 1936 37 57 2 കൊല്ലങ്ങളാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്നത്. ഒന്ന് തിരുവിതാംകൂർ സർവകലാശാല രൂപീകരിച്ച വർഷം, മറ്റൊന്ന് അത് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറിയ വർഷം. മറ്റൊന്ന് ചോദിക്കുന്നത് അധികവും ഏതാണ്, മലയാളം സർവകലാശാല എന്ന് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. 2012 നവംബർ 1 ഓർത്തിരിക്കാൻ പറ്റാവുന്ന ഒരു നമ്പറാണ്. കാരണം നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1956 നവംബർ 1 കേരളപ്പിറവി. തൊട്ടടുത്ത വർഷമാണ് കേരള സർവകലാശാല ഉണ്ടായത് 57. ഇനി നോക്കൂ, അതേ നവംബർ 1 നമ്മുടെ മലയാളം സർവകലാശാല ഉണ്ടാകുന്നത്, കേരള പിറവി ദിനത്തിലാണ്. ഇനി നവംബർ 1 2012 എങ്ങനെ വരും? ഇതൊന്നല്ലേ? നവംബർ എന്ന് പറഞ്ഞാൽ 11 എളുപ്പമല്ലേ? എല്ലാം ഒന്നാണ് അവിടെ. ഇനിയോ 1 11 കഴിഞ്ഞാൽ 12. നോക്കൂ, 1 11 12 ഓർത്തു വെക്കാൻ വളരെ എളുപ്പമുള്ള ഒന്നാണ് മലയാളം സർവകലാശാല. മലയാളം സർവകലാശാലയ്ക്ക് സ്ഥിരമായ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അതിന് പറയുന്ന പേര് എഴുത്തോല എന്നാണ്. തുഞ്ചത്ത് എഴുത്തച്ഛനല്ലേ എഴുത്തോലയിലല്ലേ എഴുതിയിരുന്നത്. അതുകൊണ്ട് മലയാളം സർവകലാശാലയുടെ എഴുത്തോല. നോക്കൂ, ആലോചിക്കണം, സ്വന്തമായി ഒരു ഗീതമുള്ള സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. എന്നാൽ എഴുത്തോല എന്നുള്ള പ്രസിദ്ധീകരണം അത് ആരുടേതാണ്? മറന്നു പോകരുതേ, അത് മലയാളം സർവകലാശാലയുടേതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, മലയാള സർവകലാശാലയുടെ ലോഗോ ഡിസൈൻ ചെയ്തത് ആരാണ്? നമ്പൂതിരി, ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് പോകാം. ക്വിറ്റ് ഇന്ത്യ സമരം, ഡു ഓർ ഡൈ, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഈ മുദ്രാവാക്യം ഉയർത്തിയത്? ഡു ഓർ ഡൈ എന്നുള്ളതിന് മലയാളം നിങ്ങൾക്കറിയാലോ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഈ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ഗാന്ധിജിയാണ്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന 3 ബഹുജന സമരങ്ങളുണ്ട്. ഇന്ത്യയിൽ ആകമാനം ചമ്പാരൻ സമരമുണ്ട്, അങ്ങനെ തേവാര സമരമുണ്ട്, അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരമുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇന്ത്യയിൽ ആകമാനം ആബാല വൃദ്ധജനങ്ങളും പങ്കെടുത്ത സമരങ്ങൾ 3 അത് ഏതൊക്കെയാ? ആദ്യത്തേത് ഏതാ? ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തലാക്കിയ നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ആ നിസ്സഹകരണ പ്രസ്ഥാനം 1920-കളിൽ, കാരണം ഗാന്ധി വരുന്നതോടുകൂടിയാണ് കോൺഗ്രസ് ഒരു ബഹുജന സംഘടനയായി മാറുന്നത്. 1920-കളിലാണ് നിസ്സഹകരണ സമരം. 10 വർഷം കഴിഞ്ഞ് അടുത്ത ദശാബ്ദമാകുമ്പോ 1930-ൽ ഒരു സമരം നടത്തുന്നു. ആ സമരം ഏതാണ്? അത് നിയമലംഘന പ്രസ്ഥാനം. ആദ്യം നിസ്സഹകരണം, പിന്നെ നിയമലംഘനം. അത് കഴിഞ്ഞ് 1940-കളിൽ, അതായത് കൃത്യമായ 42-ലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും ശക്തവും ഏറ്റവും അവസാനവുമായ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ. അതേതാ? 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓർത്തിരിക്കുക, ആ ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി നോക്കൂ, അവിടെ വരുമ്പോ ക്വിറ്റ് ഇന്ത്യ സമരത്തില് PSC ചോദിക്കുന്ന പ്രധാന വസ്തുതകൾ ഏതാ? 1942 ആഗസ്റ്റ് 8-ന് ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. പക്ഷേ അത് രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമരം ഇന്ത്യയിലെ ഒരു ബഹുജന പ്രക്ഷോഭമായി മാറിയത് ഓഗസ്റ്റ് 9-നാണ്. ആ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇത് മാറിപ്പോയത്, കൺഫ്യൂഷൻ വരും. 1942 ഓഗസ്റ്റ് 8, ആ ഓഗസ്റ്റ് 8-നാണ് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പക്ഷേ അന്ന് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആണ് ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം വ്യാപകമായി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതാണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ഇനി
ഇത് നടന്ന മൈതാനം ഏതാ? ഈ കോൺഗ്രസ് സമ്മേളനം നടന്ന മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടും. ഗ്രാൻഡ് ട്രങ്ക് മൈതാനം എന്ന് പണ്ട് അറിയപ്പെടും. പക്ഷേ അത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതോടുകൂടി അതിന്റെ പേര് എന്തായിട്ട് മാറി? ഓഗസ്റ്റ് ക്രാന്തി മൈതാനമായിട്ട് മാറി. അവിടെ വെച്ചാണ് 1942 ഓഗസ്റ്റ് 8 ഗാന്ധി ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത്. നോക്കൂ, അവിടെ വെച്ച് പതാക ഉയർത്തിയ ഒരാളുണ്ട്, ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ ആളുണ്ട്. വലിയ കുറ്റമാണെന്ന് അവർക്ക് ഉയർത്തുന്നത്. കാരണം ബ്രിട്ടന്റെ ഭരണമാണ്. അരുണ ആസഫ് അലി, അവരെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിളിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിളിക്കുന്നത് അരുണ ആസഫ് അലിയെയാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട 3 പേരുകളൊന്നും നാല് പേരുകളിലൊന്നും മഹാത്മാഗാന്ധിയാണ്. കാരണം അദ്ദേഹമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം മുഴക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വാക്ക് നമ്മൾ പേര് ഓർത്തു വെക്കേണ്ടത് ആരെയാണ്? യൂസഫ് മെഹർ അലിയാണ്. ക്വിറ്റ് ഇന്ത്യയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് യൂസഫ് മെഹർ അലിയാണ്. ക്വിറ്റ് ഇന്ത്യയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് യൂസഫ് മെഹർ അലിയാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? അത് ജയപ്രകാശ് നാരായണനും. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരുമാണ്? അത് അരുണ ആസഫ് അലിയുമാണ്. കാരണം ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ ജയപ്രകാശ് നാരായണ ഒളിവിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്തിനെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി മറ്റൊരു ചോദ്യം ഇതിൽ നിന്ന് വരുന്നത് വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ചിട്ടാണ്. എന്താ ചോദ്യം വരിക? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ തന്നെ ലിയോപോൾഡ് അമേരി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ലിയോപോൾഡ് അമേരി. അതിന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുന്നതിലെ ആ മരണത്തെ അവിടെ മേരിയുമായി ഓർത്തു വെച്ചാൽ മതി. മറ്റൊന്ന്, കോൺഗ്രസിൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ ആയിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ആയിരുന്നു. ഇതിനൊരു കാരണമുണ്ട്. എന്താണ് ആ ചരിത്രം ഓർത്തു വെച്ചാൽ ഓർക്കാം. അതായത് ഈ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നത് ക്യാബിനറ്റ് മിഷൻ പരാജയപ്പെടുന്നതിനെ തുടങ്ങിയിട്ടാണ്. എന്താണ് ഈ ക്യാബിനറ്റ് മിഷൻ? 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലമാണല്ലോ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം ശക്തമാവുകയാണ്. ഇന്ത്യയെ പട്ടാളക്കാരും മറ്റുള്ളവരും ഈ ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനോടൊപ്പം ഒന്ന് ചേരാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ്. ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ തരാം, ഞങ്ങൾ ചേരാം, പക്ഷെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണം. പക്ഷെ ബ്രിട്ടൻ അതിന് വിൻസ്റ്റൺ ചർച്ചിലിനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് സർ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ, അവരുടെ നേതൃത്വത്തിലാണ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിച്ചിട്ട് പറഞ്ഞിട്ട് പോയോ. അവര് പറഞ്ഞു, ഞങ്ങള് നിങ്ങൾക്ക് ഡൊമിനിയൻ പദവി തരാം. ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞാൽ പുത്രികാ രാജ്യ പദവി, ബ്രിട്ടന്റെ കീഴിൽ തന്നെ ഒരു ഇത്തിരി സ്വാതന്ത്ര്യം. അപ്പോഴേക്കും 1929 ഒരു സമ്മേളനം നടക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ ലാഹോറിൽ വെച്ച്. അതിൽ വെച്ചിട്ട് തീരുമാനം എന്താ? പൂർണ്ണ സ്വാതന്ത്ര്യമാണല്ലോ. ആ നിലപാടിലെത്തിയ കോൺഗ്രസ് പറഞ്ഞു, ഇപ്പൊ 42 ഞങ്ങൾ അത് പിന്മാറില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം തരണം. അങ്ങനെ ക്രിപ്സ് മിഷന്റെ ചർച്ചകളിലും ക്രിപ്സ് മിഷനുമായി സഹകരിക്കുന്നതിൽ നിന്നും കോൺഗ്രസ് പിന്മാറി. അപ്പൊ മുസ്ലിം ലീഗാണുള്ളത്. മുസ്ലിം ലീഗ് പറഞ്ഞു, ഓക്കെ, പക്ഷേ നിങ്ങൾ പുറത്തു പോകൂ, ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണം. അതാണ് പാകിസ്ഥാൻ വിഭജിച്ചതെന്ന് പോയിക്കോളൂ. അവിടെയും ചർച്ച മുട്ടി. അതാണ് ഡിവൈഡ്, വിഭജിക്കൂ, എന്നിട്ട് പുറത്തു പോകൂ, ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. ഒരു കാര്യം ഓർക്കണേ, ക്രിപ്സ് മിഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ക്യാബിനറ്റ് മിഷനുണ്ട്. ആ ക്യാബിനറ്റ് മിഷൻ കാരണമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കപ്പെടുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. അതുകൂടി ഒന്ന് ഓർമ്മിച്ചു വെക്കുക. നോക്കൂ, ഇനി നമ്മൾ നോക്കുമ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പേരുകൾ, അല്ല വർഷങ്ങൾ ഏതൊക്കെയാ? അത് ഓർത്തിരിക്കേണ്ട 3 പേരുകൾ, അതൊന്നും കൂടി ഞാൻ ഉറപ്പിക്കാം. അത് പരീക്ഷയ്ക്ക് വരുമ്പോ നിങ്ങൾക്ക് മാറിപ്പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓർപ്പിക്കുന്നത്. ഒരു മിനിറ്റ്. ആ ഓർത്തിരിക്കേണ്ട 3 പേരുകൾ വളരെ പ്രധാനമാണ്. ഞാനൊരു ഗ്രാഫിക്സ് ഇവിടെ വെച്ചിരുന്നു. ഓക്കെ, ഈ ഓർത്തിരിക്കേണ്ട 3 പേരുകൾ നിങ്ങളൊന്ന് വളരെ പ്രധാനമായും ഓർത്തിരിക്കേണ്ട 3 പേരുകൾ. കാരണം ഇത് കൺഫ്യൂഷൻ ആയി പോവാറുണ്ട്, വളരെയധികം മാറിപ്പോവരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഏതാണ് ആ പേരുകൾ എന്ന് പറയുന്നത്? ഒന്ന്, ക്വിറ്റ് ഇന്ത്യ. അവിടെ യൂസഫ് മെഹർ അലിനെ പലരും മറന്നു പോകാറുണ്ട്. മറന്നു പോകരുതേ. PSCക്ക് വേണ്ടി മാത്രമല്ല, അവരൊക്കെ അധ്വാനിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്.
ഒന്ന് മഹാത്മാഗാന്ധി ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം മുഴക്കുന്നു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അവിടെ 1942 ഈ മൂവ്മെന്റ്. ആ മൈതാനത്ത് വെച്ച്, ഗ്രാൻഡ് ട്രങ്ക് മൈതാനത്ത് വെച്ച്, പിന്നീട് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്ന ആ മൈതാനത്ത് വെച്ച് ആ പതാക ഉയർത്തിയ ആളെനെ ഓർക്കണം, അരുണ ആസഫ് അലിയാണ്. അവരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. പിന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് അത് ആരാണ്? അത് യൂസഫ് മെഹർ അലിയാണ്. ഓർത്തിരിക്കണം, യൂസഫ് മെഹർ അലിയാണ്. മറ്റൊന്ന് ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ്. അദ്ദേഹം ഒളിവിൽ ഇരുന്നു കൊണ്ട് ഗാന്ധിജി അറസ്റ്റിലായപ്പോ ഈ സമരത്തെ നയിച്ച ആളാണ്. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇതിൽ പഠിച്ച വർഷങ്ങളിലേക്ക് നമ്മളൊക്കെ പോകാം. ഏതെല്ലാമാണ് വർഷങ്ങൾ? 1937 1937 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, പെണ്ണല്ലോട്ടെ ഞാനത് പെട്ടെന്ന്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആദ്യമായി കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയുടെ ചാൻസലർ ആയിട്ട് വരുന്നത്. 47 എന്നുള്ള കൊല്ലത്തിന് 10 വർഷം മുമ്പേ വൈസ് ചാൻസലർ CP രാമസ്വാമി അയ്യർ. ഓക്കെ, ആണ് 1937. പിന്നീട് 1957 ഈ സർവകലാശാല കേരള സർവകലാശാലയായിട്ട് മാറുന്നുണ്ട്. അതിനിടയിൽ 1942 എന്നുള്ള ഒരു കൊല്ലം നിങ്ങൾ ഓർക്കണം, അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് 1973 ആണ്, അത് ചിപ്കോ പ്രസ്ഥാനം. 14 വർഷം കഴിഞ്ഞപ്പോൾ 1987 അതിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം കിട്ടി. ഇനി 2012, ആ 2012 നവംബർ 1 എന്ത് മലയാളം സർവകലാശാല രൂപവൽക്കരിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ എക്സാമും ക്വിസും അതാത് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ എല്ലാറ്റും നമ്മളിടും. അപ്പോൾ ഇന്നിപ്പോ ഇത് വീഡിയോ കണ്ടിട്ട് നാളെ വന്നാൽ അവിടെ നിങ്ങൾക്ക് അതിന്റെ ക്വിസും അതിൽ എക്സാമും ചെയ്യാം. ഇതിന്റെ PDF നിങ്ങൾക്ക് അവിടെ കിട്ടും. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കൂടുതൽ ഹോട്ട് ടോപ്പിക്കുകളുമായിട്ട്. ഓക്കെ, താങ്ക് യു.